കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ റെസിപ്പി ആയാലോ. വറുത്തരച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ കറിയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയ ഈ കറി ചോറിനും ചപ്പാത്തിക്കുമെല്ലാം നല്ലതാണ്. അതിനായി ഒരു പപ്പായയും ചെറിയൊരു സവാളയും പച്ചമുളകും പിന്നെ ചെറിയൊരു കിഴങ്ങും തക്കാളിയും തേങ്ങ ചെറുതായിട്ട് ചിരവിയെടുത്തതുമാണ് കേട്ടോ. ഒരേപോലെ മൂത്ത് കിട്ടാനാണ് ചെറുതായി ചിരവിയെടുത്തത്. മറ്റ് ചേരുവകൾ കുക്ക് ചെയ്യുമ്പോൾ പറയാം. ഇനി പപ്പായ അത്യാവശ്യം വലിയ വലുപ്പത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കിഴങ്ങും ചെറിയത് മതി കേട്ടോ. അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഒരു പാനോ ചട്ടിയോ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുത്ത് അതിലേക്ക് പപ്പായ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടിയുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പപ്പായ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റിയെടുക്കാം. ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടി ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചെടുക്കാം. ഒന്ന് ചെറുത് മതി കേട്ടോ. കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളൂ. ഒന്ന് വഴന്ന് വരുമ്പോൾ അത് മാറ്റി വെച്ച് ആ എണ്ണയിലേക്ക് നമുക്ക് ചിരവി വെച്ച തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. കരിയാതെ പാകത്തിന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കണം. സ്റ്റവ് ഓൺ ആക്കണ്ട കേട്ടോ. പൊടി കരിയണ്ട, ടേസ്റ്റ് മാറും. ഇനി മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പച്ചക്കറികളെല്ലാം ഒരു പാനിലേക്കിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല ചൂട് വെള്ളം അതിലേക്ക് ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. പാകത്തിന് പപ്പായ എല്ലാം വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് മൂടി വെച്ച് അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ടാവും. കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ചാറുമാക്കി ഇളക്കി യോജിപ്പിച്ച് ഉപ്പെല്ലാം പാകമുണ്ടോ നോക്കി അല്പം പുളിയും കൂടി ഒഴിച്ചു കൊടുക്കണേ. അത് എനിക്കിതിൽ മിസ്സായിപ്പോയി വീഡിയോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.